ഒരു വീട്, നിറഞ്ഞ ജനക്കൂട്ടം, അടഞ്ഞ വാതിൽ. അവിടെ വിശ്വാസത്തിൻ്റെ 4 തൂണുകൾ. ഒരു തളർന്ന മനുഷ്യനെ മേൽക്കൂര വഴി കർത്താവിൻ്റെ മുന്നിലേക്ക് ഇറക്കുകയാണ്. അവൻ നടക്കാൻ കഴിയാത്തവനായിരുന്നു. എന്നാൽ അവനെ ചുമന്നത് നടക്കാത്ത കാലുകളല്ലായിരുന്നു, നടക്കുന്നതായ വിശ്വാസമായിരുന്നു. ജനങ്ങൾ ശരീരത്തിൻ്റെ തളർച്ച കണ്ടപ്പോൾ കർത്താവ് അവൻ്റെ ആത്മാവിനെ നിലവിളിയായി കേൾക്കുകയാണ്. എന്നിട്ട് ആ രക്ഷകൻ്റെ സ്വരം അവൻ്റെ ശരീരത്തിലേക്ക് ഇപ്രകാരം പതിയുകയാണ്: മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക. ഒരിക്കലും അവൻ ചുമന്നതായ കിടക്ക ഇപ്പോൾ അവൻ തന്നെ ചുമക്കുകയാണ്. അവൻ ആ വീട്ടിൽ നിന്നിറങ്ങിയത് ഒരു രോഗിയായിട്ടല്ല, മറിച്ച് ഒരു വലിയ സാക്ഷിയായിട്ടായിരുന്നു. ഈ നോമ്പിൻ്റെ യാത്രയിൽ നമ്മിൽ എത്ര പേർക്ക് ആ 4 തോളുകളായി മാറുവാൻ ധൈര്യമുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യമെന്ന് പറയുന്നത്. നമ്മൾ ചുമക്കുവാൻ പഠിച്ചാൽ അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യത്തെ തെളിയുവാൻ സാധിക്കുന്നത്. ഈ തപസ്സിൻ്റെ യാത്രയിൽ ആ വിശ്വാസത്തിൻ്റെ തോളുകളായി നമുക്ക് യാത്ര തുടരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.